ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഫ്രാൻസ് വിസിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സ്ലോവാക്യ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ വീണ്ടും തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് G7 സബ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രംപ് ഫ്രാൻസിലുണ്ട്. അപ്പം ഈ കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച, ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരുപാട് പ്രതീക്ഷകളോടുകൂടി രണ്ട് രാജ്യങ്ങളും നോക്കിക്കാണുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. 17 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച. ട്രംപിൻ്റെ ഇന്ത്യ പാക് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ആ യുദ്ധം നിർത്തിവെച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ക്ലെയിം ഒക്കെ കഴിഞ്ഞിട്ട് ആ ക്ലെയിം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ മീറ്റിംഗ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ആകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയാണ്, ഒരു മീറ്റിംഗ് ആണ് ട്രംപ് മോദി കൂടിക്കാഴ്ച. ഇന്ത്യ IIT ബോംബെയുടെ നേതൃത്വത്തിൽ ഒരു മൾട്ടി ലിംഗ്വൽ AI ചാറ്റ് ബോട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പ്രചാരണങ്ങളൊക്കെ ഫ്രാൻസിൽ വെച്ചും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ സോവറിനിറ്റി, അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് എന്നുള്ള നിലയിലാണ് ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. ഇപ്പം ഇത് പൊതു ശ്രദ്ധ പിടിച്ച് പറ്റുമോ എന്നുള്ളത് നീ കണ്ടറിയണം. നിലവിൽ ഭാരത് ജൻ ഓപ്പൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള നിലയിലാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ഭാരത് ജൻ ആണ് ഇതിൻ്റെ ഈ ആപ്പിൻ്റെ പേര്. ഇന്ത്യക്കുള്ളിലുള്ള 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആപ്പ് റിലീസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് അവരൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 14 ഇന്ത്യക്കാരെ റെസ്ക്യൂ ചെയ്തതായിട്ടാണ് അവർ കൺഫേം ചെയ്തിരിക്കുന്നത്. P8 എന്ന് പറഞ്ഞാൽ അവരുടെ മാരിടൈം പെട്രോളിംഗ് നടത്തുന്ന വെസൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയുടെ കപ്പലിൽ നിന്നും ഒരു ഡിസ്ട്രസ് കോൾ അവർക്ക് ലഭിച്ചെന്നും അതിനെ തുടർന്ന് അവർ പോയി ആ ഏരിയയിൽ അറ്റൻഡ് ചെയ്ത് 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ശരിക്കും നോർത്തേൺ അറേബ്യൻ സീ അവിടെയാണ് ഈ സംഭവം. രാവിലെ ഏതാണ്ട് 11:30ക്കാണ് ഈ കോൾ അവർക്ക് ലഭിച്ചതും ഈ ഇൻസിഡൻറ്റ് അമേരിക്കൻ നേവി അറ്റൻഡ് ചെയ്തതും. സ്ലോവാക്യയിൽ ഇന്ത്യ ഡിഫൻസ് അതേപോലെ സൈബർ സെക്യൂരിറ്റി 2 മേഖലകളെക്കുറിച്ചാണ് അവിടെ ചർച്ച നടത്തിയത്. ഈ 2 വിഷയങ്ങളിലും MOU സൈൻ ചെയ്തിട്ടുണ്ട്. സ്ലോവാക്യയുടെ പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫൈക്കോയുമായിട്ടാണ് ചർച്ചകളെല്ലാം നടത്തിയത്. തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടിയുള്ള ഡിഫൻസ് മേഖലയിൽ കോഓപ്പറേഷൻ ശക്തിപ്പെടുത്താനാണ് സ്ലോവാക്യയുടെ തീരുമാനം. ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വർഷം അവസാനത്തിനുള്ളിൽ, ഡിസംബർ എൻഡിനുള്ളിൽ നമുക്ക് യൂറോപ്യൻ മേഖലയിൽ നിന്നും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് റെഡിയായി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ത്യ സന്ദർശനം നടത്തുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. മെയിനായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കോമൺ പാർലമെൻറ്റാണ്. പക്ഷേ ഓരോ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിലും അവരുടേതായിട്ടുള്ള പാർലമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പാസ്സായാൽ മാത്രമേ ഇത് തികച്ചും യൂറോപ്യൻ യൂണിയൻ്റെ അവർ കോമൺ പാർലമെൻറ്റിൽ പാസ്സായി കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളെയും നമ്മൾ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. അത് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഒന്ന് മൂവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എന്തെല്ലാം ഉണ്ടോ അത് മാക്സിമം രീതിയിൽ ഇന്ത്യയുടെ ഫെസിലിറ്റീസ് ഏത് തരത്തിൽ ആ രാജ്യങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ അവർക്കുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതേസമയം ഇതൊരു മ്യൂച്വലാണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത്ര നല്ലതാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരം യൂറോപ്പിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും യൂറോപ്പിലേക്ക് പല നൂലാമാലകളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഫുഡ് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാം ഫുഡ് പ്രോഡക്ട്സ്. പക്ഷേ അതേസമയം യൂറോപ്പിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഹൈ ലെവൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കാത്ത കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സാധാരണമായിട്ട് ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലാണ് ഓപ്ഷൻസ്. നമ്മൾ മാക്സിമം നമ്മളുടെ ഫുഡ് പ്രോഡക്ട്സ്, എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അത് പറ്റുമെങ്കിൽ CDC സ്റ്റാൻഡേർഡിലേക്ക് തന്നെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ചൈനയൊക്കെ സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ വളരെ ടോപ്പ് ലെവലിലാണ്. സ്ലോവാക്യ പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഡബിൾ ക്രോസ് എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും ഉയർന്ന ബഹുമതി തന്നെ നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ സ്ലോവാക്യയും ഇന്ത്യയും തമ്മിൽ 14 പോയിന്റുകൾ അടങ്ങുന്ന കോംപ്രിഹെൻസീവ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയും എയർടെല്ലും, ഇന്ത്യയുടെ എയർടെൽ മൊബൈൽ കമ്പനിയും കൂടി ചേർന്നിട്ട് അരുണാചൽ പ്രദേശിൽ അവരുടെ മൊബൈൽ റേഞ്ച് സ്ട്രെങ്തൻ ചെയ്യാനും അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമാങ് എന്ന് പറഞ്ഞ ബോർഡർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എയർടെലിനാണ് അവർ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്.
ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ വിൽ നെവർ പ്രൊഡ്യൂസ് ഓർ പർച്ചേസ് ന്യൂക്ലിയർ വെപ്പൺ. ഈ തീരുമാനം വളരെ ഉറച്ച തീരുമാനമാണ്, ശക്തമായിട്ടുള്ള തീരുമാനമാണ്. ഇറാൻ അവിടെ വിജയം ആഘോഷിക്കട്ടെ, പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. ഇസ്രായേലിനോടൊപ്പമാണ് അമേരിക്ക എന്നുള്ളതിനെ ഒന്നുകൂടി ആവർത്തിച്ച് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ട്രംപും അതേപോലെ JD വാൻസും. ഒരു കാരണവശാലും ഇറാന് ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഡീലിലേക്ക് അമേരിക്ക ഒപ്പുവെക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് MOU വെള്ളിയാഴ്ച സൈൻ ചെയ്യും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കുള്ള എല്ലാ നീക്കങ്ങളും അമേരിക്ക നടത്തും. അതിലൂടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് വിത്തൗട്ട് ടോളിൽ ഒരു തരത്തിലുള്ള ഫീസും ചാർജ് ചെയ്യാതെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് പഴയതുപോലെ ബാക്ക് ടു ദ നോർമലിലേക്ക് വരും. അത് കഴിഞ്ഞാൽ ഇറാനുമായിട്ടുള്ള നെഗോസിയേഷൻ ആയിരിക്കും നടക്കുക. ആ നെഗോസിയേഷനിൽ ഒരു തരത്തിലുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, അതേപോലെ എൻറിച്ച്ഡ് യുറേനിയം, ഇത്തരത്തിലുള്ള സംഗതികളൊന്നും തന്നെ പാടില്ല. ഇപ്പോൾ ഇറാൻ പറഞ്ഞത്രേ ഞങ്ങൾക്ക് അണുവായുധം നിർമ്മിക്കാനുള്ള ആലോചനയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് അണുവായുധം നിർമ്മിക്കുക എന്നുള്ളതല്ല, അണുവായുധം പർച്ചേസ് പോലും ചെയ്യാൻ പാടില്ല എന്നാണ് അമേരിക്ക ഇറാന് വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഈ കണ്ടീഷന് വഴങ്ങിക്കൊണ്ടാണ് ഇറാൻ ഇപ്പം ഈ ഡീലിലേക്ക് ഡിജിറ്റലി സൈൻ ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പിന് എത്രയും വേഗം അമേരിക്കയുമായിട്ട് വിഷയങ്ങൾ സോൾവ് ചെയ്ത് അവരുടെ ഫ്രോസൺ ഫണ്ടുകളൊക്കെ മേടിച്ചെടുത്ത് അതുപോലെ തന്നെ അവരുടെ മേളിൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെയൊക്കെ നീക്കം ചെയ്ത് ഒരു കോമൺ മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത് അതേപോലെ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെ അതിതീവ്ര മതനിലപാടുള്ള അന്ധമായി ഇസ്രായേലിനെയും അമേരിക്കയും എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. അവരാണ് ഇതിന് തടസ്സം. അത് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞ ഒരു 4 ഫാമിലി ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. എനിവേ ഇപ്പം ഗാലിബാഫും അതേപോലെ അബ്ബാസ് അറക്ചി ഇവരുടെ ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പാണ് ശക്തമായിട്ട് മസൂദ് പെസസ്കിയാൻ അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പാണ് ശക്തമായിട്ട് ഇപ്പം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ട്രംപ് പറയുന്നതെല്ലാം കേട്ട് അതിനൊത്ത് സിഗ്നേച്ചറൊക്കെ ഇട്ട് കൊടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ അക്ഷരം പ്രതി ട്രംപ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടാണ് ഈ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇസ്രായേലിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇസ്രായേലിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ലെബനനിലെ അറ്റാക്കൊക്കെ നിർത്തിക്കോ, നമ്മൾ ഈ ഡീല് സൈൻ ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരണയായിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ പിക്ചർ വ്യക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നെതന്യാഹുവുമായിട്ട് സംസാരിച്ച ഫോൺ കോളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഫ്യൂച്ചറിൽ നടത്താനിരിക്കുന്ന ആ ഒരു ഡീൽ നെഗോസിയേഷൻ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു ധാരണ വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ അണുവായുധം, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, ഈ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിവേ ഇറാന് അത്ര എളുപ്പത്തിൽ സാങ്ഷൻസ് ഒന്നും ലിഫ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇറാൻ ട്രംപിൻ്റെ എല്ലാ കണ്ടീഷൻസിനും വഴങ്ങാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മസൂദ് പെസസ്കിയാൻ ഈ ഡീലിനെ വല്ലാത്ത രീതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെയും അമേരിക്കയുടെയും ഈ ഡീൽ ഒരു നാഷണൽ പ്രൈഡ് ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാഷണൽ പ്രൈഡ്. വിജയാഘോഷങ്ങളൊക്കെ അവർ നടത്തും, അത് അവരുടെ സ്വാഭാവിക പ്രക്രിയയാണ്. നല്ല രീതിയിൽ അടിവാങ്ങിച്ചു കൂട്ടും. അതുപോലെ തന്നെ ആ രാജ്യത്തിന് ഉള്ളിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയാലും ഡീൽ സൈൻ ചെയ്യുമ്പോൾ ഇവർ വിജയാഘോഷം നടത്തും. അത് ഇവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനാണ്. ഒക്ടോബർ 7, 2023 തുടങ്ങിയ യുദ്ധം എവിടെ വന്ന് അവസാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഈ നാൾ വഴികളിലൂടെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം, ഒറ്റൊരുത്തം പോലും സറൗണ്ടിങ്ങിൽ എണ്ണീരുന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. അത്തരത്തിലാണ് അറ്റാക്ക്. സിറിയയിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ആസാദൊക്കെ റഷ്യയിൽ പോയി കിടക്കുകയാണ്. അതെല്ലാം തന്നെ ഒക്ടോബർ 7 ഭാഗമായിട്ട് നടന്ന ആക്രമണങ്ങളാണ്. സിറിയയിൽ ഭരണമാറ്റം, ലെബനനിൽ ശരിക്കും ലെബനൻ ഗവൺമെൻറ് തന്നെ സെപ്പറേറ്റായി മാറിയിരിക്കുന്നു. ഹെസ്ബുള്ളയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹമാസ് ആണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിൽ ഒരു പരുവായിരിക്കുന്ന അവസ്ഥയാണ്. ഇറാനുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. കാരണം ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, ഈ പ്രോക്സിയും കാര്യങ്ങളൊക്കെ. അതേപോലെ US ഒരു B-52 ബോംബർ പൊട്ടിത്തെറിച്ച് അത് കത്തി നശിച്ചിട്ടുണ്ട്. 8 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചൈന സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ ഒരു 200 കിലോമീറ്റർ അകലെ പുതിയ വിമാനത്താവളം ഒരു 2024 അത് തുടക്കമിട്ടത്. ഇപ്പോൾ അവർ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചൈനയുടെ ബോർഡറിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദൗലത് ബേ ഹോൾഡിംഗ് ആണ്. നമുക്ക് ശരിക്കും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്.
അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ലെവലിൽ തന്നെയാണ്. പക്ഷേ ചൈനയും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ വിമാനത്താവളം ഇപ്പം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അവിടെ അവർ യുദ്ധവിമാനങ്ങളും അതുപോലെ കാർഗോ ഷിപ്പും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതുപോലെ അവർ ബോർഡർ ഏരിയയിൽ അവരുടെ ആർമി പേഴ്സണലിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവർ വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്ക് ഒരു ആക്രമണം നടത്തിക്കളയാം. 1-2 കുന്നുകൾ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണം നടത്താൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം സിയാച്ചിനിൽ ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ ഉള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യൻ സോൾജേഴ്സ് അത്രമാത്രം ഉയരത്തിൽ ഏതാണ്ട് ഒരു 50 മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് നിരന്തരം തണുപ്പ് രേഖപ്പെടുത്തുന്ന ഒരു മേഖലയാണത്. ആ ബേസിൽ കൃത്യമായിട്ട് നമ്മളുടെ സോൾജേഴ്സ് നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ അവിടെ നിന്ന് അധ്വാനിക്കുമ്പോൾ, അവർ ശമ്പളം വാങ്ങിച്ചിട്ടാണ് അധ്വാനിക്കുന്നതെന്നുള്ള മുടന്ന ന്യായങ്ങളൊക്കെ ഇവിടെ പറയരുത്. ശമ്പളം കിട്ടുന്ന ജോലികൾ പലതുണ്ട്. പക്ഷേ ഈ ജോലി കുറച്ച് പ്രത്യേകതയുള്ള ജോലി തന്നെയാണ്. ഇവിടെ ലൈഫ് ത്രെട്ട് ഉണ്ട്. ഇടയ്ക്ക് 2 പോലീസുകാർ ചേർന്ന് ആർമി ഉദ്യോഗസ്ഥനെ ആക്രമിച്ച നാടാണ് കേരളം. ഇത്തരത്തിലുള്ള പോക്കൃത്തനങ്ങളൊക്കെ ചെയ്യരുത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രവൃത്തിയല്ല. അപ്പം ഇത്തരത്തിൽ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ മേളിൽ നിന്ന് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാർ, അവിടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, അതെല്ലാം ശരിയാണ്. നമ്മൾ ശരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർബേസിൽ നിന്നും സിയാച്ചിനിലേക്കൊക്കെ തന്നെയാണ് നമ്മൾ ഫുഡ് സപ്ലൈ ആയിക്കോട്ടെ അവർക്കുള്ള ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി വിമാനങ്ങൾക്ക് കുറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ടേക്ക് ഓഫ് ചെയ്തൊക്കെ തകർന്നു വീഴുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നത്തിലൊക്കെ വരുന്നതാണ്. ഗ്രാവിറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണത്. ഇപ്പോൾ ചൈന ഇപ്പം ആ മേഖലയിലേക്ക് ഒരു വിമാനത്താവളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഏതാണ്ട് 93 ടണലുകളും 28 റോഡുകളുമാണ് ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ആ മേഖലയിൽ നിർമ്മിച്ചത്. ലേ, ലഡാക്ക്, ശ്രീനഗർ, ജമ്മു കാശ്മീർ ആ ഭാഗങ്ങളിൽ, ശ്രീനഗർ, ബാരാമുള്ള, അതേപോലെ തന്നെ ഇപ്പുറത്ത് ലേ, ലഡാക്ക് റോഡുകളുണ്ട്. ഇവിടെയൊക്കെ നിരവധി ടണലുകളും പാലങ്ങളും ഇതെല്ലാം ഇന്ത്യ പണിതെടുത്തത് ഇപ്പോൾ ഈ ഇടപെട്ട കാലത്താണ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ഒരു എയർബേസ് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ നിന്നും ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് സപ്പോർട്ടീവ് മാനറിൽ ലോജിസ്റ്റിക്സ് നടത്താൻ വളരെ എളുപ്പമാണ്. നമുക്കും നമ്മളുടെ രണ്ടാമത്തെ റോഡ്, ശ്രീനഗറിൽ നിന്നും നമ്മുടെ രണ്ടാമത്തെ റോഡ് ഇപ്പം ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ലഡാക്കിലേക്ക്, സിയാച്ചിനിലേക്ക്. നമ്മൾ അതിൻ്റെ മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷക്സ്ഗം വാലി എന്ന് പറഞ്ഞ ആ റൂട്ടിലൂടെയാണ് ശരിക്കും ചൈനയുടെ കാരക്കോറം ഹൈവേ കടന്നു പോകുന്നത്, പാകിസ്ഥാൻ്റെ സീപക് കോറിഡോർ എന്ന് പറയുന്നത്. സിയാച്ചിനിലേക്ക് അവർക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സിയാച്ചിൻ നമുക്കുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വിഷൻ. നമുക്കൊരു സൈഡിൽ പാകിസ്ഥാൻ്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ വിഷൻ വളരെ ക്ലിയർ ആയിരിക്കും. ഇപ്പുറത്ത് നമുക്ക് ചൈനയുടെ സൈഡിലുള്ള അക്സായിച്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഡാക്കിൻ്റെ തന്നെ ചൈന കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ മേഖലയെ നമുക്ക് നിരീക്ഷിക്കാം. അതിലൂടെ അവരുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സിയാച്ചിനിൽ പോയിട്ട് തമ്പടിച്ചിരിക്കുന്നത്. ഇത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ അഡ്വാൻറ്റേജ് ചൈനയ്ക്കില്ല. അതേസമയം നമ്മൾ ചൈനയുടെ ബോർഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഫൈറ്റർ ജെറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി ബേസുകളുണ്ട്. ഇപ്പുറത്തെ ബംഗ്ലാദേശ് ബോർഡറിൽ നമ്മൾ ഒരു 3 എയർ ബേസുകൾ ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പല മേഖലകൾ നമുക്ക് ലോവർ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള ബേസുകൾ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഡാക്കിൻ്റെ ദൗലത് ബേ ഹോൾഡിങ്സിൽ നിന്ന് തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ അതേസമയം ചൈനയ്ക്ക് അവിടെ ഓൾറെഡി ഒരു 2 എയർ ബേസ് പഴയതുണ്ട്. അത് ടിബറ്റിൻ്റെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ നീങ്ങിയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഷിങ്ജിയാങ് പ്രൊവിൻസിൽ ഇതേപോലത്തെ എയർ ബേസുകളൊക്കെ ഉണ്ടെങ്കിലും ലഡാക്ക് മേഖലയിൽ ചൈന നമ്മുടെ അടുത്ത് കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്ത് കൃത്യമായിട്ട് അക്സായിച്ചിൻ റീജിയനിൽ ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ എയർ ബേസ് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ്. തികച്ചും പാകിസ്ഥാനെ പിരികേറ്റിവിട്ട് ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ട് അടുത്ത യുദ്ധത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ എപ്പം അറ്റാക്ക് നടത്താമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാന് ലോജിസ്റ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇപ്പുറത്തെ ഇന്ത്യക്ക് അക്സായിച്ചിൻ്റെ മേഖലയിലേക്ക് ഒരു പ്രഷർ തരാൻ കഴിയും ചൈനയ്ക്ക്. അപ്പോൾ എന്തായാലും ഇന്ത്യ വളരെ കീനായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത്ര എളുപ്പത്തിലൊന്നും ഇന്ത്യക്കിട്ട് പണിയാൻ കഴിയില്ല, അതാണ് വാസ്തവം. ഇന്ത്യ ബോർഡർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സർവൈലൻസ് ടെക്നോളജി ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ലെറ്റ് us see. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.